ഫുൾ സൈസ് SUV. ഇത് നമ്മൾ ആദ്യം കമന്റ് ചെയ്തില്ലേ, അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങള് ഉദ്ദേശിച്ച വണ്ടി ഇതാണോ എന്ന് അറിയില്ല. ഇനി ഇതിന്റെ തന്നെ ക്ലാസിക് അടുത്തതാ ലക്ഷറി ഫീച്ചേഴ്സോട് കൂടിയ ഒരു 7 സീറ്റർ ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന MG Hector Plus. നമ്മൾ എത്ര MG വിറ്റില്ല? എത്രയോ MG ക്യാബ്സ് വിറ്റ് തുടങ്ങിയത് MG കീയും വെച്ചിട്ട്. എത്ര MG കീ അല്ലേ? എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നതാണ്. എന്തെങ്കിലും ഒരു കമന്റ് അടിക്കും. ഓക്കെ, ഒന്നുമില്ല, അരസം 2 തെറി വിളിച്ചും കമന്റ് അടിക്കും. ഓക്കെ, അപ്പൊ എത്രയാ? 15,75,000. ഓക്കെ, 15,75,000. ഇത് അങ്ങനെ ആയിപ്പോയതാട്ടോ, ഗ്രാജുവൽ അല്ലാണ്ട് 90 മാറ്റി 75 പിടിക്കണം വന്നതല്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളതാ ക്യാപ്സിൽ വന്നു. അനസിന്റെ കൂടെയാണ്. അനസെ, സ്വാഗതം. ക്യാപ്സ് കോഴിക്കോട്, മാങ്കാവ്, തിരുവണ്ണൂരാണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്കോർപ്പിയോ കാണിക്കും. ഏത് മോഡൽ സ്കോർപ്പിയോ എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, എന്നാലും ന്യൂ ഷേപ്പ് സ്കോർപ്പിയോ. ഓക്കെ, ഓൾ ന്യൂ സ്കോർപ്പിയോ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൂടെ കാണിച്ചു തരാം. എനിക്ക് സന്തോഷം. ഞാൻ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ്. ആ കമന്റ് ഞാൻ കണ്ടിട്ടില്ല. എന്തോ അല്ല, ക്യാപ്സിന്റെ വീഡിയോയിലല്ല, വേറെ ഷോറൂമിന്റെ വീഡിയോയിലത്തെ കമന്റ് ആണ്. അപ്പൊ എന്തായാലും സ്കോർപ്പിയോ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ കോമ്പാക്ട് SUVകളും ഫുൾ സൈസ് SUVകളും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ക്യാപ്സ് കാർസ്. ഓക്കെ, 1 ഇയർ വരെ ഇവരുടെ വാറണ്ടി നമ്മുടെ ഒരുവിധം വണ്ടികൾക്ക് നമ്മുടെ ഷോറൂം വാറണ്ടി തന്നെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്ത വണ്ടികൾക്കൊക്കെ തന്നെ ഷോറൂം വാറണ്ടി ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്യുന്നതിലും ഒരു 80% 90% വണ്ടികൾക്ക് ഷോറൂം വാറണ്ടി നിലവിലുണ്ട് അല്ലേ? ഇനി അതില്ലാത്തതാണെങ്കിലും നമ്മുടെ വാറണ്ടി ഉണ്ടാവും. പിന്നെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടികൾക്ക് മാത്രമാണ് നമ്മളത് കൊടുക്കാത്തത്. പക്ഷെ എന്നിരുന്നാലും അതിനും നമ്മൾ ചെക്കിങ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മളെ ഒരു ജനറൽ ചെക്കപ്പ് നമ്മൾ എന്തായാലും ചെയ്തിട്ടേ കൊടുക്കലുള്ളൂ. ഓക്കെ, എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അനസേ, പ്രൈസ് ഫൈനലാക്കണം. എല്ലാ പ്രാവശ്യവും ആക്കാറുണ്ട്. എല്ലാ പ്രാവശ്യം ആക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തെറിവിളിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിലും ഒരുവിധം വണ്ടികൾ പോയിട്ടുണ്ട്. അത് മാർക്കറ്റ് നോക്കുന്നവർക്ക് അറിയാം. എങ്കിലും മൊത്തത്തിൽ എല്ലാം കുറച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കണ്ടുപോക്കാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ആദ്യ വാഹനം ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ഐറ്റം ആണ്. ഒന്ന് പറഞ്ഞോട്ടെ. ഇത് 2024 മോഡല് GT പ്ലസിൽ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ്. അതായത് ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് ആയിരിക്കും വണ്ടിയിൽ ഉണ്ടാവുക. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 2024 മോഡലാണ്. 28 വരെ വാറണ്ടി ഉള്ള 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. 27,000, അതായത് DSG ഗിയർ ബോക്സ് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 1.5 GT പ്ലസിൽ സ്പോർട്ട്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയാണ്. അത്രയും പെർഫോമൻസ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ കണ്ണും കൂട്ടി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. അതും നല്ല മാറ്റ് ഫിനിഷിംഗിൽ ഇറങ്ങുന്ന വണ്ടി. ഓക്കെ, കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മാറ്റ് ഫിനിഷിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് പോളിഷ് ചെയ്ത് കൊണ്ട് അടക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒരു സ്റ്റൈലിഷ് ലുക്കാണ്. സ്റ്റൈലിഷ് ലുക്കാണ്, മറ്റൊരു ക്ലാസ് ലുക്കാണ്. ഓക്കെ, ഏതാണോ നമ്മുടെ കസ്റ്റമർക്ക് ഇഷ്ടം ആ രീതി. ഇത് ക്ലാസ് ആണ്, ക്ലാസ് മാസ് ആണ് മാസ്. പ്രൈസ് എങ്ങനെയാ? ഇത് റേറ്റ് വയ്ക്കുന്നത് 16,90,000 രൂപ. 16,75,000 കൊടുക്കാം. 16,75,000 16,75,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇത് പുതിയ വണ്ടിക്ക് എത്ര ഉണ്ടായിരുന്നു? ഏകദേശം 24 ലക്ഷം രൂപയോളം ഉണ്ട്. 23,80 റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബാറ്റ പ്രൈസ് പറഞ്ഞിട്ട് കമന്റ് വന്നിന് 90. അതുകൊണ്ട് ഞാൻ 90 പക്ഷെ 75 കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, 75 കൊടുക്കും. ഓക്കെ, 16,45,000 24ഓളം വില വന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോ. ലോണ് മാക്സിമം കയറോ? ചെയ്യാം. 1-1.5 ഉറുപ്പിക അടിച്ചാൽ ബാക്കി ലോൺ കയറും. അടുത്തതാ ഒരു ക്ലാവിസ് ആണ്. കിയ ക്ലാവിസ് 7 സീറ്റർ KL 38 രജിസ്ട്രേഷൻ. ഇത് സംഭവം പോളിഷിങ്ങിന്റെ അടക്കാണ്. പൊടിയും കാര്യങ്ങളൊക്കെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോളിഷ് ചെയ്യുന്നു അല്ല, വീഡിയോ ചെയ്യുന്നോണ്ട് ഉള്ളിൽ കയറ്റിട്ട്. അപ്പൊ എങ്ങനെയാ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2025 മോഡലാണ്. പെട്രോള്, മാനുവൽ, HTE ആണ് ഓപ്ഷൻ വരുന്നത്. ബേസ് ആണ്. പക്ഷെ ബേസിൽ തന്നെ അവര് എക്സ്ട്രാ ചെയ്തിട്ട് 360 ഡിഗ്രി ക്യാമറ, പിന്നെ ടച്ച് സ്ക്രീന്, പിന്നെ അലോയില്, പിന്നെ സീറ്റ് കവർ, ഇതൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അല്ല, ബേസിൽ തന്നെ ഇതിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരും. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അത് കൂടാണ്ട് ഇത്രയും സംഭവങ്ങൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 25 മോഡലാണ്. 2029 വരെ വാറണ്ടി ഉള്ളതാണ്. കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, വണ്ടിക്ക് എന്തെങ്കിലും പണി വന്നാൽ കമ്പനി വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാം. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിന്റെ കിലോമീറ്റർ ആണ് 1250 1300 കിലോമീറ്ററിന്റെ ചോട എവിടെയിട്ടുള്ളൂ. വാവ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഡൗട്ട് എന്തുകൊണ്ടായിരിക്കും ഇത് ഫസ്റ്റ് ഓണർ കിട്ടിയിട്ടുണ്ടാവുക? അല്ലെ, ഇത് നേരെ തിരിച്ച് 1,00,000 കിലോമീറ്റർ ഓടിയാലും ചോദിക്കുകയെ ഇത് എന്തുകൊണ്ട് 1,00,000 കിലോമീറ്റർ ഓടി, അറിയില്ല, കിട്ടിപ്പോയതാണ്, അതുകൊണ്ട് നേരെ എടുത്തു. പക്ഷെ എന്തായാലും ഈ പറയുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട്, വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. അപ്പൊ ഒരു മോശം വണ്ടി എന്തായാലും നമ്മൾ ചാടി കയറി എടുക്കൂല, ആ ഒരു ഗ്യാരണ്ടി എനിക്ക് തരാം. ഓക്കെ. അപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടും, ഒരു 11-15 റേഞ്ച് ഒക്കെ കിട്ടും. 15 റേഞ്ച് മൈലേജ് കിട്ടും. 7 സീറ്റർ ആണ്. അത്യാവശ്യം ബാക്ക് സ്പേസ് അത്യാവശ്യമല്ല, നല്ല സ്പേസ് ഉള്ള വണ്ടി തന്നെയാണ്. നമുക്ക് എത്രയാണ് ഫൈനല്? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 11,20,000. ഒരു 10,90 കൊടുക്കാം. ബാറ്റ പ്രൈസിന് കൊടുക്കാം. 10,90. ഓക്കെ, കൊടുക്കുന്ന വിലയാണ്. ഫൈനൽ റേറ്റ് ആണ്. ഒരു 7 സീറ്റർ 25 മോഡൽ വണ്ടി 10,90. 7 സീറ്റർ ക്ലാവിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. താല്പര്യം വിളിച്ചോ. ലോണ് 10 ലക്ഷം കിട്ടുമോ? 10 കിട്ടേണ്ടതാണ്. നമ്മൾ ഇതുവരെ ക്യാരൻസ് ചെയ്തിട്ടുണ്ട്, ക്ലാവിസിന്റെ ലോൺ കൊടുത്തിട്ടില്ല. സെയിം, എന്നാലും പേര് മാറ്റം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഹ്യുണ്ടായ് ക്രെറ്റയാണ്. KL 74 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ക്രെറ്റയുണ്ട്, അപ്പുറത്ത് സെൽട്ടോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ക്രെറ്റ നമുക്ക് പരിചയപ്പെടാം. അനസ് ഇപ്പൊ തരംഗമാക്കിക്കൊണ്ടിരിക്കുന്ന ക്രെറ്റയാണിത്. അനസ് രാജമാണിക്യ സ്റ്റൈല് എന്തരാണല്ലേ കാർ വ്യാപാരി. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2023 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ SX ഓപ്ഷണലാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ്. 2023 പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. 23 എന്ന് പറയുമ്പോൾ വാറണ്ടി ഇപ്പോൾ 28 വരെ ഉണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 28 വരെ വാറണ്ടി ഉണ്ട്, അതാണ് അതിന്റെ ഹൈലൈറ്റ്. അതേപോലെ തന്നെ അതിന്റെ കിലോമീറ്റർ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 3 വർഷമായില്ലേ? അതെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എത്രയാ ഫൈനൽ? എത്രയാ ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 16,75,000. 90 മാറിയില്ലേ? മാറിയോ? 16,75 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതായത് ഫുൾ ഓപ്ഷൻ ആണ്. ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 10-24 വില ഉണ്ടോ? 24 രൂപ റേഞ്ച് എന്തായാലും വരാനുണ്ട്. ഓക്കെ, സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. അതെ. ഇനി ഇതിന്റെ തന്നെ ന്യൂ ഷേപ്പ് 2024 ഒന്ന് വരാനുണ്ട്. അത് പിന്നെ റേറ്റ് നേരെ മാറി 18,90 എത്തും. ഓക്കെ. അപ്പോ നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ. ലോൺ ഒരു 15 ലക്ഷം കയറുമല്ലോ. ഇനി സെൽട്ടോസിലേക്ക് പോവാം. സെൽട്ടോസ് എത്തി. കിയ KL 5 കോട്ടയം വണ്ടി. എങ്ങനെയാ മോഡൽ? ഇത് 2023 തന്നെയാണ്. 2028 വരെ വാറണ്ടി ഉള്ള പെട്രോൾ ഓട്ടോമാറ്റിക്. സെയിം സാധനം തന്നെ, ഫുൾ ഓപ്ഷൻ. എല്ലാ ഫീച്ചേഴ്സും ഇത് കിയ, ആ ഒരു വ്യത്യാസം മാത്രമാണ്. ഇത് GTX തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. 52,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതിൽ പനോറമിക് വരും. അതിൽ പനോരമിക് വരും. ഇത് നോർമൽ. ആ ഒരു വ്യത്യാസം ഉണ്ട്. വേറെ ഒന്നുമില്ലേ? ഉണ്ട്, പക്ഷെ ഇതില് 360 വരുന്നുണ്ട്. അതിൽ 360 രണ്ടിലുണ്ടാവുമല്ലോ. ഇല്ല, ക്രെറ്റയിൽ വരുന്നില്ല എന്ന് തോന്നുന്നു. ആ ഒരു ഡിഫറൻസ് തിരിച്ച് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇല്ല, ഒരു ഡോറ് മാറിയിട്ടുണ്ട്. 52,000 ഓടിയിട്ടുണ്ട്. പക്ഷെ ഡോറ് മാറിയതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. കാണിച്ചു തരാം. വളരെ 52,000 ഓടിയതിന്റെ ഫോട്ടോ ഉണ്ടോ? 52,000 ഓടിയതിന്റെ ക്ലസ്റ്ററിലുണ്ട് ഫോട്ടോ. അതും ഫോട്ടോ ഉണ്ട്. ആയിക്കോട്ടെ, ഒരു ഡോർ റീപ്ലേസ് ആണ്. കമ്പനി തന്നെ സെയിം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 10-14 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. 10-14. അതെ. അപ്പൊ എത്രയാ? 15,75,000. ഓക്കെ, 15,75. ഇത് അങ്ങനെ ആയിപ്പോയതാട്ടോ, ഗ്രാജുവലി ആയതല്ലാണ്ട് 90 മാറ്റി 75 പിടിക്കണം വന്നതല്ല. ഗ്രാജുവലി വന്നു പോയ സംഭവം. ഓക്കെ, എന്നാലും 90% ലോൺ കൊടുക്കാം. വീണ്ടും കിയ തന്നെ, കിയ സെൽട്ടോസ്. പക്ഷെ ഇത് എക്സ്-ലൈൻ ആണ്. അതായത് നേരത്തെ കണ്ടതിനും മേലെ നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. മാറ്റ് ഫിനിഷ് ആയിരിക്കും. അതാണ് എക്സ്-ലൈൻ്റെ മാറ്റം. ഇന്റീരിയറിൽ അതേപോലെ തന്നെ ഉണ്ടാവും. സീറ്റൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, സ്റ്റൈലിഷ് ലുക്കാണ് പുറത്ത് കാണുമ്പോൾ തന്നെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ 7ാം മാസമാണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ എക്സ്-ലൈൻ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതെ. അതേപോലെ തന്നെ 22 7ാം മാസമാണ്. 27 7ാം മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. കണ്ട എല്ലാ വണ്ടിക്കും കമ്പനി വാറണ്ടി? കണ്ട എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും കമ്പനി വാറണ്ടിയിലുണ്ട്. അപ്പോ എക്സ്-ലൈന് അന്ന് GT+ എത്ര വ്യത്യാസം? എനിക്ക് തോന്നുന്നു 75,000 രൂപ കൂടുതലുണ്ട്. 75,000. ഈ ഒരു മാറ്റമേ ഉള്ളൂ. ബാക്കി ഫീച്ചർ വൈസ് എല്ലാം പിന്നെ സൺറൂഫ്, പുഷ് ബട്ടൺ രണ്ടിലും ഉണ്ട് കേട്ടോ. വയർലെസ് ചാർജർ, 360 ക്യാമറ, എല്ലാം വെന്റിലേഷൻ സീറ്റ്. ഇതിപ്പോ നമുക്ക് എത്ര കൊടുക്കാം?
എത്രയായിരിക്കും? 15, ബാക്കി എത്രയായിരിക്കും? 75? അല്ല, തെറ്റി. 50. 15,50,000 രൂപ. 15 ലക്ഷത്തിന് 22 മോഡൽ. ഓക്കെ, 22 മോഡലാണിത്. അതുകൊണ്ട് 15 ലക്ഷത്തിന് എക്സ് ലൈന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കിട്ടോ? ഫുൾ ലോൺ അല്ല, നമുക്കൊരു ഫസ്റ്റ് ഒരു റുപ്യ മാക്സിമം കണ്ടാൽ വേണ്ടി വരും. അടുത്തതായി ഇവിടുത്തെ ഏറ്റവും വലിയ വാഹനമാണ് ഇന്നത്തെ മഹീന്ദ്ര സ്കോർപിയോ, ഓൾ ന്യൂ സ്കോർപിയോ അല്ലേ? അതെ അതെ. ഓക്കെ, ഒരു ഫുൾ സൈസ് SUV. ഇത് നമ്മളെ ആദ്യം കമന്റ് ചെയ്തില്ലേ, സ്കോർപിയോ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച വണ്ടി ഇതാണോ എന്ന് അറിയില്ല. ഇനി ഇതിന്റെ തന്നെ ക്ലാസിക് അല്ലല്ല, ഇതാ ഒരു ഉദ്ദേശം. പഴയ മോഡലാണെങ്കിലോ? അല്ലല്ല, ഇത് തന്നെയാ ഉദ്ദേശം. ഓക്കെ, അപ്പോ ഓൾ ന്യൂ സ്കോർപിയോ 7 സീറ്റർ വാഹനം, നല്ല ഹൈറ്റ് ഉള്ള ഒരു വണ്ടിയാട്ടാ. കയറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഫ്രണ്ടൊക്കെ വിശാലമായിട്ട് കാണാം. നമ്മള് സീറ്റ് അഡ്ജസ്റ്റർ വെച്ചിട്ട് കൂട്ടി വെച്ചാൽ മതി. ഓക്കെ, അപ്പോ ഏതാ മോഡൽ ഇത്? ഇതിപ്പോ 2022 മോഡലാണ്. ഡീസൽ മാനുവൽ, 21,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ മാനുവൽ വെറും 21,000 മാത്രം ഓടിയ KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി, 677 നമ്പറും വരുന്ന വാഹനമാണ്. ഒരു റെഡ് സ്കോർപിയോ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ X8 L ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ Z8. Z8 L. അല്ലേ പറഞ്ഞത്? Z8L ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ മാനുവൽ ഡീസൽ വാഹനമാണ്. ഓക്കെ, പിന്നെ ചെറുതായിട്ട് മൂപ്പർ ആരോ പോയി ഉമ്മ വെച്ചിട്ടുണ്ട്. അതൊന്ന് സ്ക്രാച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. ഫ്രണ്ട് ബമ്പറിലെ ചെറിയൊരു സ്ക്രാച്ച്. വേറെ ക്ലെയിം ഒന്നും ഇല്ല, വേറെ കാര്യങ്ങളൊന്നും. അത് ക്ലിയർ നമ്മളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കയറ്റിയിട്ടതാ. ഓക്കെ. അപ്പൊ നല്ലൊരു കപ്പൽ ഓടിച്ചു പോകുന്ന ഫീലില് ഒരു വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. കണ്ണും പൂട്ടി എടുക്കാം. ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 17,80,500 രൂപ. ഇറങ്ങുമ്പോ എത്ര? 27 ലക്ഷം. 27,91 അങ്ങനെ എന്തോ ഉണ്ട്. 27,91 ഉണ്ടായിരുന്നു. ഇതും XUV 700 ആയിട്ട് 1 ലക്ഷം രൂപയുടെ മാറ്റം ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, മാനുവൽ ആണ്. പിന്നെ ഇപ്പൊ 17,85. ഞാൻ 10ന്റെ താഴെ 75 പിടിച്ചോളൂ വിചാരിച്ചിരുന്നു. പക്ഷെ അത് പറഞ്ഞാൽ ഞങ്ങള് പറയല്ലോ, ഇനി ബാറ്റ മാറ്റി വേണ്ട. 75 എന്നാ 75. 17,75 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ താല്പര്യം വിളിച്ചോ, മാക്സിമം ലോണും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് പിന്നെ സെൽട്ടോസ് KL2 കൊല്ലം വണ്ടിയാണ്. അതെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ വരുന്നത്. ഡീസൽ IMT HTX ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, 24 രജിസ്ട്രേഷൻ പറയുമ്പോൾ 27 വരെ വാറണ്ടി ഉണ്ടാവും. ഇത് പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. നമ്മള് വാറന്റിന്റെ ചെക്ക് ചെയ്തിട്ടുള്ള കമ്പാരിറ്റീവ്ലി ഉണ്ടാവും. 24 മോഡൽ രജിസ്ട്രേഷൻ വരുമ്പോൾ 27 വരെ ഉണ്ടാവും. അതാ ചോദിച്ചത്. ഓക്കെ, 48,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് വാഹനം തന്നെയാണ്. ഡീസൽ IMT ആണ്. മാനുവൽ പോലെ തന്നെ മൈലേജ്. മാനുവലിന്റെ സാധനം ക്ലച്ച് ഇല്ലാന്നേ ഉള്ളൂ. 28 മൈലേജ് അല്ല 20 മൈലേജ് കിട്ടി. 28 എന്നൊക്കെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, എത്രയാ നമുക്ക് ഫൈനൽ? ഇതിപ്പോ 13,90,000 അവർ ചോദിക്കാം. HTX അല്ലേ പറഞ്ഞേ? HTX 13,90 നിങ്ങൾക്ക് ഈ ഒരു സെൽട്ടോസ് കൊണ്ടുപോകാം. 23 മോഡൽ, 24 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഡീസലാണ്. നല്ല മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റും. കോമ്പാക്ട് FC നോക്കണ്ടേ, കണ്ണും പൊട്ടിയെടുക്കാൻ പറ്റിയ വണ്ടി. ഒരു 12.5 ലോൺ കയറും. 13ന്റെ അടുപ്പിച്ച് ലോൺ കയറും. അത് കിട്ടും. ഓക്കെ, സ്കോഡ കുഷാക് KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ ഇത്? ഇത് 2022 മോഡല്, 9ാം മാസം വണ്ടി, പെട്രോള്, മാനുവൽ, സ്റ്റൈല്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ്. സണ്ണി വെറുതെ അല്ല. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അന്ന് നമ്മൾ അപ്പു തൊപ്പുമായിട്ട് ഒരു ഓട്ടോമാറ്റിക്കും വേറെ ഉണ്ടായിരുന്നു കുഷാക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ 22 മോഡൽ കുഷാക്കാണ്. 1 ലിറ്റർ സ്റ്റൈല് ഓട്ടോമാറ്റിക്. സ്റ്റൈല് മാനുവൽ. സോറി, ഇതിന്റെ ഓട്ടോമാറ്റിക് വരാണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ മാനുവൽ, സോറി. അപ്പൊ സ്റ്റൈലിൽ ഫുൾ ഓപ്ഷൻ ആണ്. 1 ലിറ്ററിൽ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എത്രയാ ഫൈനൽ? ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് 10,70,5,000 കൊടുക്കുന്ന റേറ്റ്. 75,000. അതെ, ഓക്കെ, ആയിക്കോട്ടെ. 50 കൊടുത്തോളാം അല്ലേ? 50 കൊടുത്തോളാലോ? പറ്റില്ല. അപ്പൊ 9.25 വരെയൊക്കെ ലോണും കയറും. 9.75 വരെ അല്ലേ? കിട്ടും. 10 വരെ ലോൺ കൊടുക്കും. വേണ്ട, 9.75 ഞാൻ കൊടുക്കും. ഓക്കെ, വീണ്ടും Volkswagen Tiguan KL3 രജിസ്ട്രേഷൻ 035353. ഇതും സണ്ണിയാണോ? സണ്ണി തന്നെയാ. ഇനിയുള്ള 2-3 വണ്ടി സണ്ണിക്കുട്ടനാ. ഓക്കെ, ഇവിടെ പെട്ടു പോയതാ. ഒരു 2-3 വണ്ടി, ചിലത് ടോക്കൺ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ കയറിയിട്ടില്ല. പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാടായിട്ടില്ല, ഒരു 10 days ആയിട്ടുള്ളൂ. അത്രേ ആയിട്ടില്ല. അതെ, ഏതാ മോഡല്? ഇത് 2024 മോഡല്, പെട്രോള്, മാനുവല്,
GT ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. GT പ്ലസ് അല്ല, GT ലൈൻ ആണ്. 1 ലിറ്റർ തന്നെ. അതെ, 1 ലിറ്റർ. 1 ലിറ്റർ തന്നെ. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,000 മാത്രം. ക്ലെയിമും കാര്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2028 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ എത്രയാ നമ്മളെ ഫൈനല്? 11,90,000 രൂപ. 11,90,000 അടുത്തൊരു GT അല്ലേ? GT ലൈൻ. അതെ അതെ. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. മാക്സിമം ലോണും കാര്യമുള്ള എന്താ? മാക്സിമം ലോൺ ചെയ്തോളൂ. ഇതൊക്കെ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം കിട്ടും. 12-15 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്കോഡ കുഷാക്കാണ്. ഇവനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതും അതും നമ്പർ പ്ലേറ്റ് ഒക്കെ ഏകദേശം സെയിം ആണ്. ഓക്കെ. മോഡൽ ഇത് 22 മോഡൽ, 23 രജിസ്ട്രേഷൻ, 27 വരെ വാറണ്ടി ഉള്ള സ്റ്റൈല് പെട്രോൾ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ തന്നെ. ഓട്ടോമാറ്റിക് ആണ് ഇത്. ഓണർഷിപ്പിൽ 52,000 ഓടിയ ക്ലെയിം ഒന്നുമില്ല. എക്സ്റ്റേണൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 52,000. റേറ്റ് വന്നിട്ട് ഇത് 12,75,000 രൂപ. ഇതിപ്പോ വാറണ്ടി 27 വരെ ഉണ്ട്. 27 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇപ്പൊ കാണിച്ച എല്ലാം ഓൾമോസ്റ്റ് വാറണ്ടി തന്നെയാണ്. ഇപ്പൊ കാണിച്ച എല്ലാം വാറണ്ടിയാണ്. അപ്പോ നല്ല ടയേഴ്സ് ഉണ്ട് ഇതിന്. എത്ര ഫൈനല്? 12,75. 12,75 സ്റ്റൈല് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. താല്പര്യം നോക്കിക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു അടിപൊളി സെഡാൻ കാറ്റഗറി ഹ്യുണ്ടായി വെർണ നമ്മൾ പുറകുന്ന കാണിക്കാണ്. KL 75 രജിസ്ട്രേഷൻ. ഏതാ മോഡല്? ഇത് 2020 മോഡലാണ്. SX ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. ഓക്കെ. തേർഡ് ഓണർഷിപ്പിൽ 76,000 കിലോമീറ്റർ ഓടി. 76,000 തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഒരു ഡ്രോബാക്ക് ആണ്. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. 20 പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓപ്ഷനിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു 17 ലക്ഷം 18 17 സംതിങ് വണ്ടിന്റെ അടുത്തുണ്ട്. വണ്ടിന്റെ അടുത്ത് വില വരുന്നുണ്ട്. എത്രയുണ്ട് ചോദ്യം? ഇപ്പൊ 8,45,000 ആണ്. നമുക്ക് ഫുൾ ഓൺ ചെയ്യാനും പറ്റും. ഫുൾ ഓണില് 8,45 ഈ ഒരു സെഡാൻ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓക്കെ. അപ്പൊ താല്പര്യം വിളിച്ച ഒരു പവർഫുൾ വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നോവ ക്രിസ്റ്റ KL 53 രജിസ്ട്രേഷൻ വരുന്ന ക്രിസ്റ്റ. ഡീറ്റെയിൽ ഇത് 2019 മോഡല് G4 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 1,24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. 8866. ഇവനും സണ്ണിയാണ്. അതെ, സണ്ണിക്കുട്ട. 2255 പോലെ 88. എത്രയാ? ഇത് റേറ്റ് 19,75,000. 19,75 G4. അതെ അതെ. ലോൺ എത്ര കയറും? ലോണ് നമുക്കൊരു 17,000 റേഞ്ച് കയറും. ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള. ലാസ്റ്റ് റേറ്റാ? എല്ലാം നമ്മൾ അടുപ്പിച്ചിട്ടാണ്. ഒന്നും കൂടി ചെറിയ ഒരു മാറ്റമൊക്കെ നമ്മൾ ചെയ്തിരിക്കും. അടുത്തത് ലക്ഷറി ഫീച്ചേഴ്സോട് കൂടിയ ഒരു 7 സീറ്റർ ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന MG ഹെക്ടർ പ്ലസ്. നമ്മൾ എത്ര MG വിറ്റില്ല? എത്രയോ MG ക്യാബ്സ് വിറ്റ് തുടങ്ങിയത് MG കീയും വെച്ചിട്ട്. എത്ര MG കീ അല്ലേ? വണ്ടി കൊടുത്ത് കൊടുത്തില്ലേ? ഓക്കെ. ഏതാ മോഡൽ ഇത്? ഇത് 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ, സാവി പ്രോ. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ അഡാസ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് സാവി പ്രോ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ്. 24 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 29 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ. ഒരു 7 സീറ്ററിൽ ഇത്രയും ലക്ഷറി ഫീച്ചേഴ്സ് വരുന്ന 7 സീറ്റർ വേറെ ഇല്ല. വേറെ ഒന്നുമില്ല. അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. അല്ല, പിന്നെ കൂടിയ ബെൻസിലേക്കെല്ലാം പോണേ. അതല്ല പറയുന്നത്. കാറ്റഗറിയിൽ ഈ ഒരു ബഡ്ജറ്റില് അതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ പ്രൈസ് എത്രയാ? ഇത് 17,90,000 രൂപ. 17,90,000 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോയി. 23 മോഡൽ, 24 രജിസ്ട്രേഷൻ, ഓട്ടോമാറ്റിക് പെട്രോൾ സാവി പ്രോ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. വലിയ ഓട്ടോ പോയിട്ടില്ല. സോറി, ഹെക്ടർ പ്ലസ് ആണ്. ഹെക്ടർ എന്ന് പറയാൻ 5 സീറ്റർ. അപ്പൊ താല്പര്യം വിളിച്ചോ. പിന്നെ ഇതിന്റെ ഇന്ത്യൻ രജിസ്റ്റർ കാണിക്കാത്ത വെച്ചാൽ വണ്ടി ഇപ്പൊ വന്ന് കയറിയിട്ടുള്ളൂ. ഫുള്ള് ചളിയാ. 9:15 ഇപ്പൊ സമയം. ആ സമയത്ത് വണ്ടി വന്ന് കയറിയിട്ടുള്ളൂ. ഓക്കെ. അതുകൊണ്ട് ഫുള്ള് ചളിയാണ്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. വേറൊന്നുമല്ല. ഞാൻ സെപ്പറേറ്റ് ഫോട്ടോ എടുത്ത് അയച്ചുതരാം. ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു തരും. ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ടാറ്റ ഹാരിയർ KL 32 ചേർത്തല രജിസ്ട്രേഷൻ വാഹനം. ഡ്യുവൽ ടോൺ ഹാരിയർ ആണ്. ഏതാ മോഡൽ? ഇത് 2020 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് XZ ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പാർക്ക് ആൻഡ് സെയിൽ ആണ്. XZ പ്ലസ് ഉണ്ട്. സൺറൂഫ് വരും. ഇതില് സൺറൂഫ് ഇല്ല. ബാക്കി എല്ലാ ഓപ്ഷനും ഫുൾ തന്നെ. ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. അപ്പോൾ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഹാരിയർ ലഭ്യമായിട്ടുണ്ട്. അതും ഫുൾ ഓൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും.
65,000 രൂപ നമ്മൾ ചോദിക്കണം. ഫുൾ ലോണിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആയത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ക്യാപ്സിന്റെ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും വിട്ടുവരുത്. മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ജസ്റ്റ് എല്ലാവരും ക്യാപ്സിന്റെ പേജും ഫോളോ ചെയ്യുക. ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റിലേക്ക് വാ, നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്തിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നതാണ്. എന്തെങ്കിലും ഒരു കമന്റ് അടിക്കും. ഓക്കെ, ഒന്നുമില്ല, അരസൻ 2 തെറി വിളിച്ചും കമന്റ് അടിക്കും. ഓക്കെ, കൂടുതൽ ഞാൻ വാങ്ങി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം.